എത്ര പഠിച്ചിട്ടും തീരുന്നില്ല. ഈ ഒരു പ്രശ്നത്തിലൂടെയാണ് എൻ്റെ കുട്ടികൾ കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ട് തീരാത്തത്? ഒന്നാമത്തെ കാര്യം നമ്മൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ചിട്ടുണ്ടാവും അല്ലേ. രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിച്ച രീതി ശരിയായിട്ടുണ്ടാവില്ല. പഠിച്ച രീതി ശരിയായില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാകും, നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സിലബസ് പുതിയതാണ്, നിങ്ങളുടെ ചാപ്റ്റേഴ്സ് പുതിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൊന്നും ക്ലാസ്സുകളും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ച ആൾക്കാരുണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. ആ രീതി നിങ്ങൾ ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. ഇപ്പം ഇതിങ്ങനെ പോയാലും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ എല്ലാവരും ഫുൾ A+ വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ ഈ ബൈ ഹാർട്ടിങ് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. അപ്പൊ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ എക്സാം വിന്നറിന്റെ ലക്ഷ്യ ബാച്ച്. കാരണം ലക്ഷ്യ ബാച്ചിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ലൈവ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അതായത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടായിരിക്കും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഒക്കെ ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാം, ഇനി വരുന്ന ചാപ്റ്റേഴ്സ് എങ്കിലും. അപ്പോൾ ഈ കഴിഞ്ഞ ചാപ്റ്റേഴ്സോ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ച് എൻ്റെ കുട്ടികൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് എന്താണ് വർക്ക്ഷീറ്റ് ഉണ്ടാകും, PDF നോട്ട്സ് ഉണ്ടാകും. ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് റിവിഷനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ലാസ്റ്റ് മിനിറ്റിലേക്ക് ബാക്കി വെച്ച മക്കളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. ആ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾ കുറച്ചൊന്ന് ഫാസ്റ്റ് അടിച്ചിട്ട് സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ യെസ് ആ പേസിൽ കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സ്ലോ ആയിട്ടൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കുമല്ലോ ഓണം എക്സാമിന്. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കാതെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും കവർ ചെയ്യാൻ നോക്കുക. ആൻഡ് പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നമ്മുടെ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. കാരണം ചാപ്റ്റേഴ്സൊക്കെ മാറിയതുകൊണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ വർക്ക്ഷീറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇനിയിപ്പോൾ പഠിച്ചു തുടങ്ങുക എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക? കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നു, വർക്ക്ഷീറ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. ആൻഡ് ഇപ്പോഴാണെങ്കിൽ നമ്മളുടെ ബാച്ചിൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3,999 ബാച്ചാണ്. നിങ്ങൾക്ക് ഇപ്പോൾ 1,000 rupees റിഡക്ഷൻ കിട്ടുന്നുണ്ട്. 2,999 ആണ്. താല്പര്യമുള്ള മക്കളാണെങ്കിൽ ലേറ്റ് ആക്കാതെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.